അമ്മച്ചിയുടെ പേരെന്താണ്? മേരി. വീട്ടുപേര്? പുളിമൂട്ടിൽ. പുളിമൂട്ടിൽ. എനിക്ക് 7 വയസ്സായപ്പം ഞങ്ങൾ ചേനപ്പാടിയിൽ നിന്ന് തുരുത്തിപ്പടയിൽ വന്ന് താമസിക്കാൻ തുടങ്ങിയത്. അതെ അതെ. അന്നൊക്കെ നമ്മുടെ കൂപ്പള്ളി പള്ളി ഉണ്ടായിരുന്നോ? ഇല്ലായിരുന്നു. ഇല്ല. അന്ന് പള്ളിയിലൊക്കെ എങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നത്? ഞങ്ങൾ കൊരട്ടിക്ക്, പഴയ കൊരട്ടി അമ്മയൊക്കെ പോകും. നല്ല വേനൽക്കാലം ഉള്ളപ്പം ഞങ്ങളിങ്ങനെ രാവിലെ വെളുപ്പിന് എഴുന്നേറ്റ് ചൂട്ടുമൊക്കെ കത്തിച്ച് പോകും. പോയി ഒരു കുർബാന എങ്ങാണ്ട് ഒരാണ്ടിൽ ഒരിക്കലൊക്കെ ഞങ്ങൾക്ക് കൊണ്ടുപോവുള്ളൂ. അങ്ങനെ ഞങ്ങൾ നടന്ന് വലിയ ആയത്തിൻ്റെ അവിടെ എല്ലാം വന്ന് വെള്ളവും കുടിച്ച് ഇങ്ങനെ വരുമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ആയപ്പോഴത്തേനും കാഞ്ഞിരപ്പള്ളിക്ക് പോകാൻ ഇച്ചിരി അറിവുള്ളവരൊക്കെ കാരണവന്മാരൊക്കെ അങ്ങ് പോകും. ബസ്സൊക്കെ ഇച്ചിരി ആനവണ്ടിയോ ഇങ്ങനെ ഈ മുഖം ഇല്ലാത്തൊരു സൈസ് വണ്ടിയുണ്ട്. അത് വരുമ്പോൾ ഇച്ചായനൊക്കെ അങ്ങനെ പോകുമായിരുന്നു. പിന്നെയും കൊരട്ടിപ്പള്ളി തന്നെ ഇങ്ങനെ ആണ്ടിലൊരിക്കൽ. അന്നേരം മേരുമ ചേച്ചി ഞങ്ങളെല്ലാം ഒന്നിച്ചാണ് പോകുന്നത്. അമ്മച്ചിയൊക്കെ കൊണ്ടുപോകും. കുട്ടിച്ചേട്ടനെല്ലാം കൂടെ ഞങ്ങൾ കൊണ്ടുപോകും. ആറ് കടന്ന് അതിനും വേനലാവും വെള്ളം പറ്റിയല്ലേ. വെള്ളം പറ്റി കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ പാറയും വാരി ഞങ്ങളിങ്ങനെ പള്ളി പോകുന്ന പോലൊന്നും അല്ല, ചുമ്മാ അങ്ങ് പോയേക്കുവാ. അവിടെ ചെന്ന് പള്ളിയാത്തി ചെല്ലുമ്പോൾ അമ്മയെ ചായനൊക്കെ പറയുന്ന പോലെ കേട്ട് കുർബാനയും കൂടി പോരും. അങ്ങനെ 7 വയസ്സിൽ തുടങ്ങിയിട്ട് 8 വയസ്സ് വരെയും അങ്ങനെയൊക്കെ ഒരു കൊല്ലം അങ്ങനെ നടന്നു. ആ നടപ്പെല്ലാം കഴിഞ്ഞ് വെച്ച് പിന്നെ കാര്യകുളത്തിൽ പോയി ഞങ്ങൾ. കാര്യകുളം പള്ളി, അന്ന് ഫാത്തിമ പള്ളി. അത് ഒരു ഓലക്കെട്ടാണ് ഞാൻ കാണുന്നത്. അത് ഞങ്ങൾ ഇവിടുന്ന് ആനക്കല്ല് വഴി കയറിയതിൽ അങ്ങാണ്ടൊക്കെ കാട്ടിക്കൂടൊക്കെ കയറി പറഞ്ഞു വിടുമായിരുന്നു. അങ്ങനെ പോയി ഒരു കുർബാനയൊക്കെ കൂടി വരും. അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് ഇവിടെ സ്കൂളും ഇല്ല, ഞങ്ങൾ പഠിക്കാനും ഒരു സൗകര്യം ഇല്ലാതായപ്പോഴത്തേനും 8 വയസ്സ് കഴിഞ്ഞു. 8 വയസ്സ് കഴിഞ്ഞപ്പോഴത്തേനും പള്ളിയൊക്കെ സ്റ്റാർട്ട് ചെയ്യാനൊക്കെ ഉള്ള ഇടപാടായി. ആദ്യ കുർബാന ഈ കൂപ്പള്ളി തന്നെ. എത്ര വയസ്സായപ്പോൾ? ഈ 10 വയസ്സായപ്പോഴൊന്നും അല്ല, 10ഒക്കെ കഴിഞ്ഞെന്നാണ് എനിക്ക് തോന്നുന്നത്. 10ഒക്കെ കഴിഞ്ഞു. ആനക്കല്ലിൽ പോയി 1 വർഷം പൊത്തുതരുത്തം ഇല്ല, അതിനിപ്പുറം ഇഞ്ഞു പോകുന്നു. അപ്പോൾ അന്നത്തെ കാലത്ത് ഈ 10 വയസ്സിലൊന്നും ആദ്യ കുർബാന സ്വീകരിക്കാനുള്ള സൗകര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. 10, 15, 18 വയസ്സായിട്ടൊക്കെയാണ് ആദ്യ കുർബാനയൊക്കെ സ്വീകരിക്കാൻ പറ്റിയത്. ഞങ്ങളൊക്കെ ഒരു 9, 10 വയസ്സ് മേരുമേ ഞാനും എല്ലാം ഒന്നിച്ചാ. ഞങ്ങൾ യോലാണ് ചേട്ടൻ്റെ മകള് ഞങ്ങളെല്ലാം ഒന്നിച്ചാണ് കൈക്കൊണ്ടത്. അങ്ങനെ കൈക്കൊള്ളുമ്പോൾ ഈ പള്ളിയൊന്നും ഇല്ല. അച്ഛന്മാരെല്ലാം കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് ഇവിടെ വന്ന് എല്ലാം കണ്ട് എല്ലാം മനസ്സിലാക്കിയ സ്ഥലങ്ങളെല്ലാം കാടല്ലേ ഇവിടെ. പിന്നെ നമ്മുടെ വീട്ടിലെ പുള്ളി വീട് അവിടെ എല്ലാം വെറും വനം. പകലൊക്കെ ഇറങ്ങി വരുവാണ് നെല്ലിച്ചിൻ്റെ ഒരു കുറിച്ചാൻ വഴി കൂടെ വരുമ്പോഴത്തേക്കും മുയലൊക്കെ ഇങ്ങനെ ചാടി പോകുന്നതും കാട്ടിക്കൂടെയൊക്കെ ഞങ്ങൾ കയറിയിട്ടൊക്കെ പോകുന്നു. ഒരു അബദ്ധം വന്നിട്ടില്ല. അതിലെല്ലാം കയറി. ഇപ്പം ആ വഴിയെ കൂടെ ഒക്കെ ഈ റോഡ് വന്നിരിക്കുന്നത്. റോഡ് വന്ന് ആരച്ചാരിപ്പടി കഴിഞ്ഞ് ഈ കവലയിലോട്ട് ഈ റോഡ് വരുന്നത്. ആ കവലയുടെ നടുക്കൊരു കടയിരിപ്പുണ്ടായിരുന്നു, ഒരു ചായക്കട. കുറേ പരിപ്പൂടാൻ എല്ലാം ചുട്ടും അവിടെ ഇരിക്കും. അതൊക്കെ മേടിച്ച് തിന്നേച്ച് പിന്നെ മേടിച്ച് തന്നെയല്ല, വല്ലയിടത്തും പോകുമ്പോൾ അതൊക്കെ ഉള്ളൂ, അല്ലാതെ ഒരു കടയായിട്ട് ഒന്നുമില്ല. നമ്മുടെ കുരിശുപള്ളി ഇരിക്കുന്നതിൻ്റെ അടുത്ത്. കുരിശുപള്ളി ആ മനുഷ്യൻ്റെ കടയായിരുന്നു. അത് ആളൊന്നും നമുക്കറിയത്തില്ല. അങ്ങനെ പഠിക്കാതെയൊക്കെ ഇങ്ങനെ ഇരുന്നേച്ച് ഏതെങ്കിലും കൂപ്പള്ളി വന്ന് പിന്നെ കൂപ്പള്ളി ഇങ്ങനെ കടമപ്പള്ളി ഈപ്പച്ച മുതലാളി ആരാണ്ട് മുതലാളിമാരെല്ലാം കൂടെ വന്ന് പള്ളിയാക്കലെ കുഞ്ഞമ്മച്ച മുതലാളിയും എല്ലാം കൂടെ വന്ന് ഇങ്ങനെ നോക്കി പെറുക്കി പോകുമ്പോഴൊക്കെ ഞങ്ങൾ കാണും. ഇതെന്നാന്ന് ഞങ്ങൾക്കറിയത്തില്ല. എല്ലാം കഴിഞ്ഞ് ഇവിടെ മണ്ണ് കെട്ടാനും തറ കെട്ടാനും അവിടെ എല്ലാം ചെത്തും കിളയൊക്കെ വന്നപ്പോൾ എൻ്റെ ഇച്ചായനും തുരുത്തിപ്പട കരയിൽ ഈ കൂപ്പള്ളി കരയിലുള്ള മനുഷ്യൻ മുഴുവനും നമ്മുടെ വെളിയമ്പറമ്പിലപ്പച്ചേട്ടനെ, എൻ്റെ ഇച്ചായനെ, വാഴപ്രാണ്ടിപ്പുറം ചേട്ടനെ, ഇവരൊക്കെയാണ് ഇതിൻ്റെ ആൾക്കാർ. ഇതിനകത്ത് കല്ലും മണ്ണും വാരാൻ പണിയെല്ലാം ചെയ്ത് കുറേയൊക്കെ നികത്തി കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങൾക്ക് അവിടെ ഒരു ഓലഷട്ട് ഉണ്ടാക്കിയിട്ട് പിള്ളേരെ എല്ലാവരെയും കൊണ്ട് ഒന്നിലോട്ടങ്ങ് ചേർത്തു. 1-ാം ക്ലാസ്സിലെ കുറേ ടീച്ചർമാരും എല്ലാം വന്ന് ഈ കടമ്പനാട്ടെ ടീച്ചർ, തങ്കമ്മ ടീച്ചറൊക്കെയാണ് ഞങ്ങളെ പഠിപ്പിച്ചത്. അവരെല്ലാം വന്ന് ഞങ്ങളെ പഠിപ്പിച്ച് ഈ മണ്ണിൻ്റെ പൂഴിക്കകത്തിരുന്ന് ഈ കൊച്ചുറമ്പിക്കാർ പിന്നെ ചവഞ്ഞണ്ണൊക്കെ ഇല്ലേ, അവരൊക്കെ ഇതിനകത്ത് കഠിന അധ്വാനം ചെയ്തവരാ. കഠിന അധ്വാനം, കാശ് പൈസയും മുടക്കിയിട്ടുണ്ട്. സാറുണ്ടല്ലോ ഇപ്പോൾ നമ്മുടെ സാറ്, ആ സാറൊക്കെ എൻ്റെ ദൈവമേ എന്തൊരു കഷ്ടപ്പെടാമെന്നറിയോ. ഞങ്ങളൊക്കെ കഷ്ടപ്പെടാം. ഞങ്ങളെ കൊണ്ട് പള്ളിക്കൂടത്തോട്ട് ചേർത്ത് കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ ഈ പണിയാണ് ഞങ്ങൾക്ക്. അന്നേരം ഞങ്ങൾക്ക് പഠിത്തം കിട്ടുന്നില്ല. പഠിത്തം കിട്ടാതെ എന്നാലും ഞങ്ങൾ പഠിച്ചു. എങ്ങനെയാണെന്ന് അറിയത്തില്ല പഠിച്ചത്. ആടാ മണ്ണിനകത്തിരുത്തി കുറേയൊക്കെ സാർമാരും എല്ലാം കൂടെ അങ്ങ് പഠിപ്പിക്കും. ഈ വെളിമുടം പഞ്ചായത്ത് ഞങ്ങളുടെ ഇച്ചാനെ, വാഴപ്പാണ്ടി ചേട്ടനെ, തിരുത്തിപ്പള്ള മുതലാളിമാരും പള്ളിയാക്കക്കാരെല്ലാം ഉണ്ട്. എന്നിട്ട് എങ്ങാണ്ടെന്നൊക്കെ കപ്പയൊക്കെ ചുമന്ന് കെട്ടിക്കൊണ്ടുവന്ന് ഈ ഭാഗത്തെല്ലാം വന്ന് കപ്പയെല്ലാം ചുമന്ന് കെട്ടി ഓരോരുത്തർ തരും. അതെല്ലാം ഇട്ട് പുഴുങ്ങി
ഇതുങ്ങൾ ആണുങ്ങൾ അടിച്ചാനും എല്ലാം തിന്നും. പകല് പള്ളിയാതൊക്കെ കൂലിപ്പണിക്ക് പോകും. എന്നിട്ട് രാത്രി ഇവിടെ എല്ലാം ഇവർ പണിയാണ്. എല്ലാം കഴിഞ്ഞ് കുറേ കൂടെ ഒക്കെ കഴിഞ്ഞപ്പോൾ അടുപ്പൊക്കെ പൂട്ടി ചെമ്പിനകത്ത് കപ്പയെല്ലാം വേച്ച് തേക്കലെല്ലാം ഒടിച്ചിട്ട് തിന്ന് ഇങ്ങനെ. അന്നേരം ഞങ്ങളൊക്കെ ഇങ്ങനെ പഠിക്കാനായിട്ട് അവിടെ ചെല്ലുമല്ലോ. അപ്പം ഞങ്ങളെ കൊണ്ട് ഇതാ ചെയ്യിക്കുന്നത്. അപ്പോൾ പള്ളിപ്പണിയാണ് ഞങ്ങളെ കൊണ്ട് ചെയ്യിക്കുന്നത്. ചോദിച്ചപ്പോൾ ഞങ്ങൾക്കിഷ്ടം എന്നാ പഠിക്കാനേക്കാൾ ഇഷ്ടം ഇതാ ഇഷ്ടം. കല്ല് വാരി മണ്ണ് വാരി ഇങ്ങനെ കൊണ്ടു നടക്കാം. എന്നിട്ട് ഫ്രാൻസിസ് അച്ഛനാണ് ഞങ്ങളെ ഇങ്ങനെ നമ്മുടെ പാട്ടത്തിലെ പുതിയ പള്ളി പണിയുന്ന സമയത്തും പുതിയ പള്ളി പഴയതുണ്ടാക്കി കഴിഞ്ഞ് പിന്നെ ഞങ്ങളെ പള്ളിക്കകത്താണ് പഠിപ്പിച്ചത്. അന്ന് പാടത്തലക്ഷം വന്നു കഴിഞ്ഞു. പിന്നെ സ്ഥിരം ഇവിടെ കുർബാന ചുരുത്തൊക്കെ തുടങ്ങി. കാപ്പിയാർ തോമാച്ചേട്ടനെയും കൊണ്ടുവന്നു. ഇങ്ങനെ ആൾക്കാരിങ്ങനെ വന്ന് പിന്നെ പള്ളിയായി കഴിഞ്ഞപ്പം ഓലക്കെട്ട് കെട്ടി. അത് കഴിഞ്ഞ് പിന്നെ ഓട് കഴിഞ്ഞ് വെച്ച് പിന്നെ മങ്ങന്താനത്തച്ഛൻ വന്നു കഴിഞ്ഞല്ലേ പുതിയ പള്ളിക്കുള്ള സമാർപ്പിച്ച എല്ലാം ഈ കോപ്പിളി പ്രദേശത്തുള്ള ഒരു പുൽക്കൊടിക്ക് വരെ ഈ പള്ളിയോട് അത്ര ഇതുള്ളതാണ്. അത്ര സ്നേഹം ഉണ്ടായിരുന്നു, ആത്മാർത്ഥമായിട്ടുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു ഈ പള്ളി വേണമെന്നുള്ളത്. നമ്മുടെ പെരുന്നാളൊക്കെ ഓർക്കുന്നുണ്ടോ? എല്ലാ പെരുന്നാളുകളും ഓർക്കുന്നുണ്ട്. പഴയകാലം അത്ര ആഘോഷമായിരുന്നോ? നല്ല ഭക്തിസാന്ദ്രമായിരുന്നോ? എല്ലാത്തിനും ആഘോഷമല്ലായിരുന്നു, ഭക്തി ഉണ്ടായിരുന്നു. ഭക്തി ആഘോഷം വലിയ അധികമൊന്നുമില്ല. വല്ല കാട്ടുപോവൊക്കെ പറിച്ചാണേലും എന്തെങ്കിലും ഒപ്പിക്കും. അത് ഇവരൊക്കെ കൂടി എന്തെങ്കിലുമൊക്കെ സംവിധാനം വെക്കും. ഞങ്ങളും ചെല്ലും. ഞങ്ങളെ വീട്ടിൽ ഇരിക്കുന്ന കേസ് കിട്ടുമില്ല. വളരെ ഭക്തിസാന്ദ്രമായിരുന്നു, വളരെ ഭക്തിയായിട്ടാണ്. അന്നത്തെ ആൾക്കാരുടെ സഹകരണം അതുപോലെ ഇപ്പോൾ ഇല്ല. എല്ലാവരും എല്ലാ ഇടവക്കാരും എല്ലാ വീട്ടുകാരും ഇതിനു വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് സഹകരിച്ചു. അവിടെ ഒരു വെറുപ്പോ വിദ്വേഷമോ പ്രശ്നങ്ങളോ ഇല്ലായിരുന്നു. അമ്മച്ചിക്ക് ഇന്നത്തെ തലമുറയോടൊക്കെ എന്തെങ്കിലും പറയാനുണ്ട്, ഒരു ഉപദേശമായിട്ട്? ഞങ്ങളുടെ ആ കാലത്തെ ഉള്ളിടത്തോളം സ്നേഹം ഇന്നില്ല. ഇന്നത്തെ പിള്ളേർക്കൊന്നും കാണുന്നില്ല. അതിലൊക്കെ കുറവാണ്, സ്നേഹക്കുറവുണ്ട്, ഒത്തിരി സ്നേഹക്കുറവുണ്ട്.